അമലി എന്തൊരു കഷ്ടമാണ് ദൈവമേ, ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പം നേരം വെളുക്കുകയും ചെയ്യും. എന്തൊരു കഷ്ടമാണ് എൻ്റെ ദൈവമേ. എൻ്റെ ദൈവമേ, സിനിമ കാണുന്ന 4 മണിക്ക് എഴുന്നേൽക്കുന്ന അമ്മ വേണ്ടായിരുന്നു. സീരിയലിലൊക്കെ കാണുന്ന ഒരു 8 മണിക്കെങ്കിലും എണീക്കുന്ന ഒരു അമ്മയായിരുന്നെങ്കിൽ ഇതിനി എപ്പോൾ എണീക്കുമോ ആവോ. സ്കൂളിലും പോകണം. എന്ത് വിധി ഇത് എൻ്റെ ദൈവമേ. കുട്ടു എണീറ്റ്. സ്കൂളിൽ പോകാൻ 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. പ്ലീസ് എന്തെങ്കിലും ഉണ്ടാക്കി തരാവോ? എല്ലാ ദിവസവും സ്കൂളിൽ ഫുഡ് കൊണ്ടുപോകുന്നതല്ലേ പിള്ളേരെ നിങ്ങൾ? ഇന്നൊരു ദിവസം കൊണ്ടുപോകണ്ടെന്ന് വെക്ക്. ടീച്ചറിനോട് എങ്ങാനും പറ. അമ്മയ്ക്ക് പനിയായിരുന്നു എന്ന് പറ, എഴുന്നേക്കാൻ മേലായിരുന്നു എന്ന് വല്ലതും പറ എൻ്റെ പിള്ളേരെ. ഞാൻ ബിസ്ക്കറ്റാണോ അവ മധുരമോ ഇല്ല, അതുവാണോ തവിടാണോ? ബാസ്ക്കറ്റ് നിറഞ്ഞു, തുണി അലക്കണം. എന്നാ പിന്നെ എൻ്റെ തുണിയും കൂടി കൊടുത്തി അലക്കിയേക്ക്. ഇത് കണ്ണെടുത്ത കാർട്ടൂൺ മാത്രമേ കാണത്തുള്ളൂ. വല്ല ലോകവിവരം ഉണ്ടോ പിള്ളേരെ നിങ്ങൾക്ക്? അല്ല ന്യൂസ് ഇരുന്നുകൊണ്ട് കേക്ക്. കാർട്ടൂൺ കാണുന്നിരുന്ന്. കല്ലു കുട്ടു, നേരം വെളുത്തിട്ട് ഇത്ര നേരം നിങ്ങൾക്ക് കഴിക്കൊന്നും വേണ്ടേ? ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരം? ഒന്ന് വന്ന് കഴിക്കും പിള്ളേരെ. നേരം വെളുക്കുന്നതിന് മുന്നെയോ? നേരം ഇങ്ങനെ വെളുത്ത് വരുന്നല്ലേ ഉള്ളു പിള്ളേർ. അവിടെ എങ്ങനെ പോയിരിക്കും? കുറച്ച് നേരം അവിടെ ഒന്ന് ഉണ്ടാക്കട്ടെ. വെളുക്കുമ്പോഴേ തിന്നാനാന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നോളൂ. പിള്ളേരതെ അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ വറുത്ത് ഇരിപ്പുണ്ട്. അത് നിങ്ങളെടുത്ത് കഴിച്ചു. അതിൽ നിന്ന് ആ വലിയ പീസ് അച്ഛന് മാറ്റി വെച്ചേക്കും കേട്ടോ. അച്ഛൻ ഇന്നലെ ഇച്ചിരിങ്ങാണ്ട് കഴിച്ചതേ ഉള്ളൂ. നമ്മൾ എല്ലാ സാധനങ്ങളും വീട്ടിൽ ഫുൾ ഫാമിലി എല്ലാവരും ഷെയർ ചെയ്ത് വേണം കഴിക്കാനായിട്ട് കേട്ടോ. ഓക്കെ. അത് അച്ഛനല്ലേ? അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം വലിയ പീസ് കൊടുത്തപ്പോൾ പറഞ്ഞു ചെറിയ പീസ് മതി, അതുകൊണ്ട് വലിയ പീസ് ഞാൻ കഴിക്കുക. കല്ലു കുട്ടു, ആരെപ്പോ ഈ റൂമിലെ ലിവിംഗ് റൂമിലെ ലൈറ്റ് ഇട്ടേക്കുന്നത്? നിങ്ങളോടൊക്കെ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഇടരുത്, ലൈറ്റ് ഇടരുത്. ആരായാലും വേണ്ടിയല്ല, എപ്പോൾ നോക്കിയാലും എല്ലാ റൂമിലെ ലൈറ്റ് തെളിച്ചങ്ങ് ഇട്ടോളും. കറണ്ട് ചാർജ് എത്രയാണെന്നല്ലോ നിങ്ങൾക്കറിയാം. ഓഫ് ചെയ്യും പിള്ളേരത്. അമ്മയാണ് ഈ ലൈറ്റ് ഓൺ ചെയ്തേക്കുന്നത്. അത് ഞാൻ എനിക്ക് വീട്ടിലെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ മേലേ? എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമാ. വീട്ടിലെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരെ സമാധാനം പറയണേ. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഇരുട്ടായതുകൊണ്ട് ഒന്ന് ഓൺ ചെയ്തു. അതാണോ ഇത്ര വലിയ ചോദ്യം പറച്ചിലുമല്ല? എൻ്റെ ദൈവമേ, എന്നാണോ വേണ്ടല്ലേ? ഇന്നലെ അമ്മയുടെ കുടുത്തി വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ചോറിന് കൊണ്ടുവന്നാണ് മത്തി മാങ്ങാ ചമ്മന്തി. പ്ലേറ്റ് തുറന്നപ്പോ എന്തൊരു മണമായിരുന്നെന്നറിയാൻ. എൻ്റെ ദൈവമേ, മതി, ഒന്നും പറയണ്ട. പിന്നെ ഉണ്ടല്ലോ അമ്മ, എനിക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനല്ലോ, പിന്നെ പോകാം. ചവിടിക്ക് പറയുന്നേക്ക്. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബസ്സിൽ കയറി പോകുന്ന സമയത്ത് ഒരു പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ ഹൈ ഹീലൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ബസ്സിലേക്ക് കയറിയത്. പടക്കോന്നൊരു ഈ ഒന്നും പറയണ്ട. അമ്മ, എന്റെ ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ട്. ഉണ്ടായിരിക്കും ചേ. പഠിക്കേണ്ട സമയത്താണ് ക്ലാസ്സിലുള്ള പിള്ളേരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരായി കഴിഞ്ഞാൽ പരസ്പര സ്നേഹം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടല്ലാണ്ട് നാട്ടുകാരുടെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ ഒന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും അല്ല. പോവിടുന്നു എഴുന്നേറ്റ് കുറ്റം പറയാനായിട്ട് നടക്കുന്നു. എണീറ്റൊക്കെ വെക്കും.
ഐഡി ഹലോ ഐഡി ഞാൻ നമ്മുടെ മായയുടെ കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്. ഇന്നലെ ഞാൻ അവളെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എന്തുമാത്രം ജങ്ക് ഫുഡാണെന്നറിയാമോ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അവൾ വാങ്ങിക്കുന്നത്. ഞാനൊക്കെ ഇപ്പോൾ പൊറോട്ട, പിസ്സ, പിന്നെ സോസേജോ, അങ്ങനെ ചീസ്, എനിക്കറിയാൻ മേല. മനുഷ്യന്മാർ പേടിച്ചിട്ട് ഇതുപോലത്തെ ഫുഡൊക്കെ പിള്ളേർക്ക് കൊടുക്കുമോ? എനിക്ക് തോന്നുന്നു അവൾ ഫ്രീസർ നിറച്ച് വെച്ചേക്കുമോ ഇതുപോലത്തെ സാധനങ്ങളെന്നാവുന്നത്. എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാണ് പിള്ളേർക്ക് ഈ ജങ്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഈ ഫ്രോസൺ ഫുഡോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊന്നും ഉപയോഗിക്കാറേ ഇല്ല. എൻ്റെ ഫ്രീസറിലൊക്കെ ആണെങ്കിൽ സാധനങ്ങളൊന്നും ഇല്ല. ഈ ഞാൻ ഫ്രഷായിട്ട് ചപ്പാത്തിയൊക്കെ എല്ലാ ദിവസവും നിന്ന് ഈ പരത്തലോട് പരത്തല, ഭയങ്കര പണിയാന്നേ. ഈ അതുപോലെ പിസ്സയോ അതുപോലെ ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ടല്ലോ, KFCയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. വല്ലപ്പോഴും വേണ്ടി വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കും. ഫ്രഷായിട്ട് പിള്ളേർക്ക് ഭയങ്കര കൊതി തോന്നുമ്പോഴേ അങ്ങനെ നല്ലപോലെ വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് പിസ്സയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഞാൻ ഈ സാധനങ്ങളൊന്നും മേടിക്കത്തില്ല. ഇപ്പോഴത്തെ അമ്മമാരുടെ ഓരോ കാര്യങ്ങൾ. കല്ലു, നമ്മുടെ ഈ നാച്ചുറൽ സ്കിൻ ഉണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്നും മേക്കപ്പ് ഒന്നും ഇടാത്ത ഇങ്ങനെ നാച്ചുറൽ സ്കിന്ന്, ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടല്ലോ. നമ്മൾ ഈ മേക്കപ്പൊക്കെ ഇട്ട് കണ്ടിട്ടില്ല ആൾക്കാരിങ്ങനെ ചുമന്ന ലിപ്സ്റ്റിക്കൊക്കെ തൂത്ത് നടക്കുന്നത്. അതിൻ്റെ ഈ ഒരു നാച്ചുറൽ സ്കിന്നിൻ്റെ നാച്ചുറൽ ഒരു ബ്യൂട്ടി എന്നൊന്നും പറയുന്നത് ഈ മേക്കപ്പ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കിട്ടത്തില്ല. എന്നാൽ നമ്മളെപ്പോഴും നല്ല നാച്ചുറൽ ലുക്കിൽ അങ്ങനെ നടക്കുന്നതാണ് എപ്പോഴും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. ആൾക്കാർ പൊതുവെ ഇങ്ങനെ പറയും, ഓ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് അപ്പോൾ അമ്മ എന്തിനാ ഇപ്പോൾ ലിപ്സ്റ്റിക് എടുത്തിരുന്നത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ലിപ്സ്റ്റിക് ഇടണോ ലിപ്സ്റ്റിക് ഇടണ്ടയോ, സ്ലീവ് ഉള്ള ഡ്രസ്സ് ഇടണ, സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സ് ഇടണ, ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് മുടക്കി മേക്കപ്പ് മേടിക്കുന്നു. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡി, നമ്മുടെ ഫ്രീഡം. എന്തായാലും കാശൊക്കെ മുടക്കി നമ്മൾ ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പം ഈ എന്നാണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നതിന് പകരം കുറച്ചിങ്ങനെ ജാടയിലൊക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പം അവർ വന്നിട്ട് നമ്മളിങ്ങനെ തൊണ്ടി വിളിക്കും, ഹലോ എന്നാണ്ട് വിശേഷം. അപ്പം നമ്മളിങ്ങനെ അറിയാത്ത പോലെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ എന്നും പറഞ്ഞിട്ട് വേണം നമ്മൾ. മനസ്സിലായില്ലേ? മനസ്സിലായില്ല.